18 സങ്കീർത്തനത്തിൻ്റെ 28 വാക്യം. എൻ്റെ ദൈവം എൻ്റെ ദീപത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ദൈവമേ, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. എൻ്റെ ദൈവം, എൻ്റെ ദീപം, എൻ്റെ അന്ധകാരം. ഇതിൽ അന്ധകാരവും ദീപവും എല്ലാവർക്കും ഉണ്ട്. ദൈവം എല്ലാവർക്കും ഇല്ല. ഇല്ലെന്ന് അവർ പറഞ്ഞതല്ലേ, അവരാണല്ലോ പറയുന്നത്. നമ്മുടെ വിഷയം എന്താണെന്നറിയാമോ? എൻ്റെ ദീപത്തെ എൻ്റെ ദൈവം കത്തിക്കുമെന്ന് ദാവീദ് രാജാവ് പറയുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞു, എൻ്റെ അന്ധകാരത്തെ എൻ്റെ ദൈവം പ്രകാശമാക്കുമെന്ന്. ഇതെല്ലാം കൂടി എങ്ങനെ ഒക്കുന്നത്? അതാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ അകത്ത് ഒരു ദീപമുണ്ട്, അപ്പോൾ തന്നെ നമ്മുടെ അകത്ത് ഒരു അന്ധകാരവുമുണ്ട്. ഈ അന്ധകാരമാണ് നമ്മെ അന്ധകാരത്തിലേക്ക് നയിക്കുന്നത്. പാപം, വഞ്ചന, മോഹം, വ്യഭിചാരം, ചതി, കൊള്ള, കൊല, ഇവയിലോട്ട് എന്തേ ഈ ചെറുപ്പക്കാരൊക്കെ പോണത്? അന്ധകാരം അവരിലുണ്ട്. അഥവാ അന്ധകാരം ഇവിടെയുണ്ട്. മനുഷ്യനെ സ്വാധീനിക്കുന്ന ക്രൂരമായ ഇരുട്ടിൻ്റെ ശക്തികൾ ഇവിടെയുണ്ട്. അതിനെ ദൈവത്താൽ പ്രകാശിതരായവർക്ക് അതിനെ തോൽപ്പിക്കാൻ പറ്റും. എന്നു മാത്രമല്ല, ഇനിയുള്ളത് കേൾക്കണം ശ്രദ്ധിച്ച്. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ കീഴടക്കുന്നില്ല. അപ്പോൾ വെളിച്ചത്തിന് ഇരുളിൻ്റെ മേൽ മേൽക്കൈയുണ്ട്, സ്വാധീനമുണ്ട്. എന്നാൽ ഇരുളിന് വെളിച്ചത്തിൻ്റെ മേൽ സ്വാധീനമില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു കൂരിരുട്ട്, കട്ട ഇരുട്ടിനകത്തോട്ട് ഒരു മെഴുകുതിരിയായിട്ട് ചെല്ലുമ്പോൾ ആ ഇരുട്ട് മെഴുകുതിരി അടിച്ചു കൊല്ലുമോ? ഇല്ല. ഇരുട്ടിന് എത്ര കട്ടിയുണ്ടെങ്കിലും കുഞ്ഞു മെഴുകുതിരിക്കും അവനെ ഉരക്കാൻ പറ്റും. ഇരുട്ടിൻ്റെ കട്ടി കൂടുന്തോറും വെളിച്ചത്തിൻ്റെ ശോഭ കൂടും. എൻ്റെ ദൈവം എൻ്റെ ദൈവത്തെ കത്തിക്കും. അതിനെ ഞാൻ കീപ്പ് ചെയ്യുമ്പം എൻ്റെ അന്ധകാരം പ്രകാശമായി മാറും. എൻ്റെ അന്ധകാരം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു ഇരുണ്ട വശമുണ്ട്, പിന്നെ കഷ്ടതയുടെ ഒരു വശമുണ്ട്, പ്രയാസങ്ങളുടെ ഒരു കാലമുണ്ട്. എന്നാൽ എൻ്റെ ദൈവം എൻ്റെ ദീപത്തെ കത്തിക്കുമ്പോൾ എൻ്റെ അന്ധകാരം പ്രകാശമായി തീരും. അതിനുവേണ്ടി നമുക്ക് കർത്താവിനെ മുറുകെ പിടിക്കാം. ഇരുട്ടിലേക്ക് പോകാതെ കർത്താവാകുന്ന വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഇരുട്ടിനെ നമുക്ക് കീഴടക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.